രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കുന്നുവെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നൊരു വാർത്താസമ്മേളനം നടത്തി. അതിൽ പറഞ്ഞു, ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയാണ് BJP വിജയിച്ചതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പക്ഷം. 5 രീതിയിൽ ക്രമക്കേട് നടത്തി BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തിയെന്ന തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി വിമർശിച്ച BJP രംഗത്ത് വന്നു. ആരോപണത്തിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ തെളിവുകൾ ഹാജരാക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറെ നാളായി ഏറ്റുമുട്ടലിലായിരുന്ന രാഹുൽ പൊട്ടിച്ച ബോംബാണ് വോട്ടർ പട്ടിക അട്ടിമറി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJPയുമായി ചേർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന് രാഹുൽ. Duplicate voters, one voter appearing multiple times on the voter list, fake and invalid addresses, 1 लाख फेक वोटर एक असेंबली में. पॉइंट ये नहीं है कि बीजेपी जीत रही है, कांग्रेस हार रही है. पॉइंट है कि हियर देयर इज क्लियर प्रूफ, 100% proof. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും അസാധാരണമായി കുതിച്ചുയർന്നു. രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. EVM വിവരങ്ങൾ പുറത്തുവിടാത്തത് കള്ളം പൊളിയുമെന്ന പേടികൊണ്ടാണെന്നും രാഹുൽ പറഞ്ഞു. നാളെ കർണാടകയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഇന്ന് തന്നെ തെളിവുകൾ ഹാജരാക്കണമെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ആരോപണമില്ലല്ലോ എന്നായിരുന്നു BJPയുടെ ചോദ്യം. 24 ഡൽഹി.